എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെ നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൺ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അധികം മസാലകളൊന്നും ചേർക്കാതെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള മട്ടൺ കുറുമ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ടൺ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടൺ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മട്ടൺ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും 7 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പകുതി നമുക്കിപ്പം മട്ടൺ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെയും കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് പകരം 2-ാം പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അധികം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അത് ഒഴിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അത് കൂടാതെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെയാണ് ഞാനിതിപ്പോൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോ മട്ടൻ്റെയും വേവിൻ്റെ അനുസരിച്ച് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 10 ചെറിയുള്ളി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. പിന്നെ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1 സവാള എടുത്താൽ മതി. പിന്നെ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം സവാള തന്നെ ചേർക്കാം. ഇനിയിപ്പം സവാളയ്ക്ക് പകരം മുഴുവൻ ചെറിയ ഉള്ളി എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഹോൾ സ്പൈസസ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ കുറുമയിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കുന്നില്ല. അതിന് പകരം ചെറിയ ഉള്ളിയും സവാളയും കൂടെ ആദ്യം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഹോൾ സ്പൈസസ് ചേർക്കണം എന്നുള്ളവർക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഉള്ളി വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ മട്ടൺ കുക്ക് ചെയ്യാൻ വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പോലും വേണ്ട, 1 നുള്ള് മാത്രം ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ നമ്മൾ മട്ടൺ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂൺ മട്ടൺ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗരം മസാലപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഹോൾ സ്പൈസസ് ചേർക്കാറുള്ളൂ. കുറുമ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കാറുള്ളത്. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി ഇത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓൾറെഡി കുക്കറിൽ വെച്ച് വെന്തതാണ്, എങ്കിലും ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നിങ്ങൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രണ്ടാം പാലിൽ തന്നെ ഇത് കിടന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വെന്ത് വന്നോളൂ. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പം ഞാൻ 1 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം നമ്മുടെ മട്ടൺ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഉള്ളിയുടെ കൂടെ കിടന്നത് നന്നായിട്ടൊന്നുകൂടെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ നട്ടും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരു 15 കാഷ്യൂ നട്ട് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും കൂടെ ഇനി നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ കാഷ്യൂ നട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കാഷ്യൂ നട്ട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണം എന്നില്ല, പക്ഷേ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം, നല്ല കട്ടി തേങ്ങാപ്പാൽ. 1-ാം പാല് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാവുകയും ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാകുകയാകാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി വേണം, കാരണം കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്തതായതുകൊണ്ട് ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും ഇനി ഗ്രേവി. അതുകൊണ്ട് ഈ ഒരു ഗ്രേവി വേണം നമുക്കിപ്പോൾ. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ആവശ്യത്തിന് എരിവുള്ളത് കൊണ്ട് ഞാൻ ഇനിയും കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് എടുക്കേണ്ടത്, കാരണം ഇതിനി ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഈ നെയ്യും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അതിപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. പക്ഷേ കുറച്ച് മല്ലിയില ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കുറുമയ്ക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമ്മുടെ മട്ടൺ കുറുമ വന്നിട്ടുണ്ട്. ഇതിനും കുറച്ചും കൂടി ഒന്ന് തിക്കാവും ഇരുന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പം, ഇടിയപ്പം, പത്തിരി, നെയ്ച്ചോറ് ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുറുമ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ മട്ടൺ കുറുമ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്